25% വരെ നികുതി ചുമത്തൂ എന്നുള്ള രീതിയിലൊക്കെ ട്രംപ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പം യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് തന്നെ ഒരു തിരിച്ചടി ആയോ എന്ന രീതിയിലാണ് ഇപ്പൊ പുറത്തു വരുന്ന കണക്കുകളൊക്കെ പറയുന്നത്. നമ്മളിപ്പോ പരിശോധിക്കുകയാണെങ്കിൽ ട്രംപ് ഇപ്പൊ രണ്ടാമത്തെ ഒരു അധികാരത്തിലേറിയപ്പോൾ ഒരു അതിശക്തനായിട്ടുള്ള ഒരു ട്രംപിനായിരുന്നു നമ്മൾ കണ്ടത്. എല്ലാരും ഇപ്പൊ അമേരിക്കക്കാരാണെങ്കിൽ പോലും ഒരു തവണ അദ്ദേഹം തോറ്റു, തിരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും രണ്ടാമത് വിജയിച്ച ഒരു ചരിത്ര നേട്ടം തന്നെയായിരുന്നു ട്രംപ് കൈനേടിയിരുന്നത്. അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള അതെ, അമേരിക്കക്കാരെ കൂടുതലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ട്രംപ് തന്നെ മതി എന്നുള്ള ഒരു തീരുമാനം, അതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചതും. പക്ഷെ എങ്കിൽ പോലും ഇപ്പം അമേരിക്കക്കാർക്കടക്കം ട്രംപ് ഒരു ഭീഷണിയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. തുടക്കത്തിൽ കാണിച്ച ആവേശങ്ങളൊക്കെ വെറുതെ ആയി പോകും ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ വരുന്നത്. കാരണം ഈ ഒരു തീരുവയൊക്കെ ചുമത്തിയത് കൊണ്ടോ എന്തുകൊണ്ടോ ആ ഒരു അമേരിക്ക ഇപ്പൊ സാമ്പത്തികമായിട്ട് പിന്നിലേക്ക് പോകുന്നു എന്ന രീതിയിലുള്ള ഒരു വാർത്തകളാണ് ഇപ്പൊ വരുന്നത്. പക്ഷെ അതിന് കൂടെ തന്നെ പറയേണ്ടതാണ് അവിടെ നടക്കുന്ന ഒരു ഭിന്നത, അതായത് സാമ്പത്തിക വിദഗ്ധർക്കിടയിൽ ഒരു ഭിന്നത നടക്കുന്നതാണ്. ചിലര് പറയുന്നു അത്തരത്തിലൊന്നും പോകുന്നില്ല, ഇപ്പോഴും വളരെ കൂളായിട്ട് രീതിയിൽ പോകുന്നു. സത്യം പറഞ്ഞാൽ ട്രംപ് അത് പുറമേ കാണിക്കാത്തതായിരിക്കാം. കാരണം സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങൾ മറച്ചു വെക്കാനാണ് കൂടുതലും ഭരണാധികാരികൾ ശ്രമിക്കുക.